18 പുരാണങ്ങളിൽ വച്ച് ഏറ്റവും മഹത്തരമായ ഒന്നാണ് ശ്രീമദ് ഭാഗവതം. ഭക്തിയും അറിവും എങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തെ മാറ്റുന്നു എന്നാണ് ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഈ ഗ്രന്ഥം എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ പുരാണങ്ങളെല്ലാം എഴുതിയത് വേദവ്യാസ മഹർഷിയാണ്. വേദങ്ങളെ 4ആയി വിഭജിച്ചു. മഹാഭാരതം എഴുതി, 17 പുരാണങ്ങൾ എഴുതി. ഇത്രയൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. തൻ്റെ ഉള്ളിൽ എന്തോ ഒരു കുറവുള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഈ സമയത്താണ് ദേവർഷി നാരദൻ അദ്ദേഹത്തെ കാണാൻ വരുന്നത്. വ്യാസന്റെ വിഷമം കണ്ട നാരദൻ ഒരു കാര്യം പറഞ്ഞു. അങ്ങ് ധർമ്മത്തെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും ഒക്കെ എഴുതി, പക്ഷേ ഭഗവാന്റെ മഹിമകളെയും ഭക്തന്മാരുടെ സ്നേഹത്തെയും കുറിച്ച് മാത്രമായി ഒന്നും എഴുതിയില്ല. ഭഗവാൻ കൃഷ്ണന്റെ ലീലകൾ വർണ്ണിക്കുന്ന ഒരു ഗ്രന്ഥം എഴുതൂ, നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. നാരദന്റെ ഉപദേശം സ്വീകരിച്ച് വ്യാസൻ രചിച്ച ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. പിന്നീട് അദ്ദേഹം ഇത് തൻ്റെ മകനായ ശുക മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. ഈ ശുക മഹർഷിയാണ് പരീക്ഷത്ത് മഹാരാജാവിന് ഈ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം കേട്ടോ. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ.